ഹലോ, ഇന്ന് നമ്മൾ സെമി ബ്രൈഡലായിട്ടും ഗസ് ഹെന്നായിട്ടൊക്കെ ചെയ്യുന്നൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. കൈയിൻ്റെ ബാങ്കിൾ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ 2 ലൈന് വരച്ച് കൊടുത്തിട്ട് ഹംസ് കൊടുക്കുന്നുണ്ട്. ഹംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റെക്റ്റാങ്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തൂടെ ഒരു ലൈനും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഇതുപോലെ ലൈൻസ് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈൻസ് കണക്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഡോട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയതായിട്ടുള്ള ഡോട്ടാണ് കൊടുക്കുന്നത്. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റും നമ്മൾ ഹംസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹംസ് വരക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടാത്തൊരു ലൈന് തിന്നായിട്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെവലായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ സ്പൈറലും ഹംസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വരുന്ന ഗ്യാപ്പിലായിട്ട് നമ്മൾ സ്പൈറലും ഡോട്ടും ആണ് കൊടുക്കുന്നത്. മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും സ്പൈറലും ഹംസും ആണ് കൊടുക്കുന്നത്. നമ്മൾ 2 സൈഡിലും ഒരുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ വീണ്ടും സ്പൈറലും ഡോട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് നമ്മൾ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ബാക്കി വരുന്ന ഈ 2 സൈഡിലായിട്ട് നമ്മൾ വീണ്ടും ആ സെയിം ഡോട്ടും സ്പൈറലിനെയാണ് കൊടുക്കുന്നത്. മുകളിലായിട്ട് സെൻറ്ററിൽ സ്പൈറലും ഹംസും കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് സ്പൈറലും ഡോട്ടും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് 2 വൈൻസ് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൈറലിൻ്റെ ഹംസിൻ്റെ മുകളിലായിട്ട് 3 വൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 ലൈൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററത്തെ 2 ലൈൻ നമ്മൾ തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഹംസും കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ ബെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഗ്രിഡും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈന് കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഹംസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്പൈറലും ഹംസും കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ താഴത്ത് വീണ്ടും നമ്മൾ സ്പൈറലും ഹംസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 3 വൈൻസ് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് ഡോട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈൻസ് വരക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഡോട്ട് ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഗ്രിഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ മുകളിൽ 1 ലൈന് കൊടുത്തിട്ട് തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 ലൈനും കൂടി കൊടുത്തിട്ട് ഹംസാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വലിയ ഹംസാണ് കൊടുക്കുന്നത്. ഒരു ലൈനും കൂടി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ ഒരു ലൈനും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ വീണ്ടും ഹംസ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തില്ലേ സെയിം ആ റെക്റ്റാങ്കിളുടെ ഡിസൈന്, അത് നമ്മൾ കൈയിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വീണ്ടും ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരു മാറ്റമില്ല, ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് ഇതുപോലെ ചെക്ക് ഡിസൈന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഡോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വെറുതെ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരു ബ്രൈഡലൊക്കെ വരക്കുന്ന സമയത്ത് ബേസ് എന്താണെന്നുള്ളത്. ആദ്യം സ്റ്റാർട്ടിങ് വരക്കും, പിന്നെ ഒരു ബെൽറ്റ് വരക്കും, പിന്നെ ഒരു ഗ്രിഡ് വരക്കും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, വൈൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഞാൻ കൂടുതൽ വീഡിയോസ് ഇൻഷാ അല്ലാഹ് ചെയ്യാം. നമ്മളൊരു ഡിസൈന് കയ്യിൽ വരക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വരച്ച ഡിസൈനും ലാസ്റ്റ് വരക്കുന്ന ഡിസൈന് വരെയും ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എവിടെയെങ്കിലും മുകളിലൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാവും ചെയ്യും വരക്കാൻ. അതുപോലെ നല്ല ഭംഗി ഉണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ. കമൻസിലൊക്കെ ഒരുപാട് പേര് പല ഡിസൈൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി ഫിംഗറിലായിട്ട് 3 ലൈന് വരച്ച് കൊടുത്തിട്ട് ഹംസ് കൊടുക്കുന്നുണ്ട്. സ്പൈറലും ഹംസും കൊടുക്കുന്നുണ്ട്. വൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് ഡോട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ലൈനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് സെൻറ്ററത്തെ 2 ലൈന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ വീണ്ടും നമ്മൾ ചെക്ക് ഡിസൈന് കൊടുത്തിട്ട് ഡോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫുൾ ഫിംഗറിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെമി ബ്രൈഡൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിലും കമൻറ്റ് ചെയ്യാം. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കമൻറ്റ് ചെയ്യുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.